ഞാനൊരു വഴി പറയാം, നീ എന്റെ കൂടെ വാ. ഫ്രണ്ട്സ്, നമുക്ക് പോളിയുടെ കൂടെ പോയി നോക്കാം. ലില്ലി, ഇതാണ് ആപ്പിൾ ട്രീ. നിനക്ക് ആവശ്യമുള്ള ആപ്പിൾ ഇവനോട് ചോദിച്ചാൽ ഇവൻ തരും. ഹായ് ലില്ലി, ഞാൻ നിനക്ക് ആപ്പിൾ നൽകണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ശരിയായ ഉത്തരങ്ങൾ നൽകണം. അതിനെന്താ, ഞാൻ നിന്റെ ചോദ്യങ്ങൾക്ക് ആൻസർ നൽകാം. ഫ്രണ്ട്സ്, നിങ്ങളും റെഡിയല്ലേ? എങ്കിൽ പറയൂ, റെഡി. ഈ വീണ 5 ആപ്പിളുകളിൽ ഓരോന്നിനും ഓരോ ലെറ്ററുകളുണ്ട്. ഇത് ശരിയായ രീതിയിൽ യോജിപ്പിച്ചാൽ ആപ്പിൾ എന്ന വേർഡ് നിങ്ങൾക്ക് ലഭിക്കും. എങ്കിൽ തുടങ്ങിക്കൊള്ളൂ. ഫ്രണ്ട്സ്, നമുക്കിത് ശരിയായി കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ ആപ്പിളിന്റെ സ്പെല്ലിംഗ് അറിയണം. ആപ്പിളിന്റെ ശരിയായ സ്പെല്ലിംഗ് എന്താണ് ഫ്രണ്ട്സ്? എ പി പി എൽ ഇ, ആപ്പിൾ. ഒന്നുകൂടി പറയൂ ഫ്രണ്ട്സ്. എ പി പി എൽ ഇ, ആപ്പിൾ. ഇനി നമുക്ക് കറക്റ്റായി യോജിപ്പിക്കാം. എ പി പി എൽ ഇ, ആപ്പിൾ. യെസ്, കറക്റ്റ്. ശരിയാണ് ലില്ലി, ഈ 5 ആപ്പിളുകളും നിനക്കെടുക്കാം. ഫ്രണ്ട്സ്, ഈ കിട്ടിയ ആപ്പിളുകൾ നമ്മൾ എവിടെ സൂക്ഷിക്കും? ആപ്പിൾ സൂക്ഷിക്കുവാൻ ഈ കാണുന്നതിൽ ഏത് ഐറ്റമാണ് നമുക്ക് ആവശ്യം? ജാർ, ബാസ്ക്കറ്റ്, നെറ്റ്. ഇതിൽ ഏതാണ് ആവശ്യം? ജാർ, ബാസ്ക്കറ്റ്, നെറ്റ്. യെസ്, ശരിയാണ്. ബി ഫോർ ബാസ്ക്കറ്റ്. ലില്ലി, ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. ഇതിൽ ഗ്രീൻ കളറുള്ള വെജിറ്റബിൾ ഏതാണ് ലില്ലി? ഇവിടെ ഏതൊക്കെ വെജിറ്റബിൾ കാണുന്നുണ്ട് ഫ്രണ്ട്സ്? ക്യാരറ്റ്, കുക്കുംബർ, ടൊമാറ്റോ. ഇതിൽ ഗ്രീൻ കളറുള്ള വെജിറ്റബിൾ ഏതാണ് ഫ്രണ്ട്സ്? കുക്കുംബർ, ശരിയാണ്. വീണ്ടും നീ ശരിയുത്തരം പറഞ്ഞിരിക്കുന്നു ലില്ലി. ഇതെടുത്തോളൂ ലില്ലി. ബാസ്ക്കറ്റ് ഫുള്ളാവാൻ ഇനി കുറച്ചുകൂടി ആപ്പിൾ ആവശ്യമാണ്. അതിനെന്താ ലില്ലി, ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. ലില്ലി, താഴെ വീണ ആപ്പിളുകൾ എത്രയുണ്ടെന്ന് പറയാമോ? ഫ്രണ്ട്സ്, നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5. ഒന്നുകൂടി കൗണ്ട് ചെയ്യൂ. 1 2 3 4 5. 5 ആപ്പിൾസ്. ശരിയാണ് ലില്ലി, ഈ വീണ 5 ആപ്പിളുകളും നിനക്കുള്ളതാണ്. ബാസ്ക്കറ്റ് ഫുള്ളായല്ലോ ഫ്രണ്ട്സ്. നമുക്ക് ഇന്നത്തേക്ക് ഇത് മതിയാകും. താങ്ക് യു ആപ്പിൾ ട്രീ.
ഇവിടെ നിങ്ങൾ എത്ര ഹോളുകൾ കാണുന്നുണ്ട്? നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6. ഈ ഹോളുകളിൽ 6 ലെറ്റേഴ്സ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ബോൾ ഈ കാണുന്ന ഹോളുകളിലേക്ക് അടിച്ചിട്ടാൽ മാത്രമേ നമുക്ക് ഈ ലെറ്ററുകൾ കാണാൻ സാധിക്കൂ. എങ്കിൽ തുടങ്ങാം. ഈ കാണുന്ന ലെറ്റർ ഏതാണ് ഫ്രണ്ട്സ്? ഇതാണ് ലെറ്റർ ബി. ഇതേതാണ് ലെറ്റർ? ലെറ്റർ സി. ഇത് ലെറ്റർ എ അല്ലേ ഫ്രണ്ട്സ്? അതെ, ലെറ്റർ എ തന്നെ. ഈ ലെറ്റർ നിങ്ങൾക്കറിയാമോ? ലെറ്റർ എൽ. ഇതേതാണ് ലെറ്റർ? ലെറ്റർ ഡി. ഇനി നമുക്ക് ഒരു ഹോൾ കൂടിയുണ്ട്. അതിൽ ഏത് ലെറ്റർ ആണ് ഹൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ട ലെറ്റർ തന്നെ, ലെറ്റർ എൽ. അങ്ങനെ നമ്മൾ 6 ഹോളുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ലെറ്റേഴ്സ് കണ്ടെത്തി. ഫ്രണ്ട്സ്, ഈ 6 ലെറ്റേഴ്സുകളിൽ 4 ലെറ്ററുകൾ ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്താൽ നമുക്കൊരു വേർഡ് കണ്ടെത്താനാകും. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ഇതിൽ നിന്ന് നമുക്കൊരു വേർഡ് കണ്ടെത്താനാകുമോ? ഇല്ല, സാധിക്കില്ല. എ ഡി എൽ എൽ. ഇപ്പോഴോ? നമുക്ക് വായിച്ചു നോക്കാം. B A L L. Ball. B for ball.
പാതയ്ക്ക് അക്കരെയാണ് പാർക്ക്. ഇനി നമ്മൾ എങ്ങനെ പോകും ഫ്രണ്ട്സ്? ഹലോ ലില്ലി. ഹായ്, നിങ്ങൾ ആരാണ്? ഞാനാണ് ആപ്പിൾ ട്രീ. നീ എങ്ങോട്ടാണ് ലില്ലി? ഞാൻ പാർക്കിലേക്കാണ്. നീ എന്നെ ഈ നദി കടക്കാൻ സഹായിക്കുമോ? അതിനെന്താ ലില്ലി, ഞാൻ സഹായിക്കാം. ഞാൻ ചോദിക്കുന്ന 6 ചോദ്യങ്ങൾക്ക് നീ 4 ശരിയുത്തരം പറഞ്ഞാൽ നിനക്ക് പോകുവാനുള്ള വഴി താനേ തെളിയും. ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ കാണുന്നത് ഡി കൂട്ടിയുള്ള വാക്കാണോ ലില്ലി? ഇത് ഡി കൂട്ടിയുള്ള വാക്കാണോ ഫ്രണ്ട്സ്? യെസ്, അതെ. ഡി ഫോർ ഡോഗ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ കാണിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ പേരിൽ ഒരു ലെറ്റർ മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ലെറ്റർ ഏതാണെന്ന് പറയുമോ ലില്ലി? ഇതിൽ ഏതക്ഷരമാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് ഫ്രണ്ട്സ്? യെസ്, ലെറ്റർ ഡി. ഡി ഫോർ ഡക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡി കൂട്ടിയുള്ള വാക്കാണോ ലില്ലി? ഇത് ഡി കൂട്ടിയുള്ള വാക്കാണോ ഫ്രണ്ട്സ്? നോ, ഇത് ഡി കൂട്ടിയുള്ള വാക്ക് അല്ല. അതെ ലില്ലി, ഇത് ഡി കൂട്ടിയുള്ള വാക്ക് അല്ല. ഇത് ഓറഞ്ച് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഈ കാണുന്നത് ഏത് ആനിമലാണ് ലില്ലി? ഈ കാണുന്ന ആനിമലിനെ നിങ്ങൾക്ക് അറിയാമോ ഫ്രണ്ട്സ്? ഇത് ഡിയർ ആണ്. ഡി ഫോർ ഡിയർ. യെസ്, ശരിയാണ് ലില്ലി. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നീ 4 ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. നിനക്ക് പാർക്കിലേക്ക് എത്തുവാനുള്ള പാലം ഇതാ റെഡി. താങ്ക് യു ആപ്പിൾ ട്രീ. നമ്മൾ പഠിച്ച ഡി കൂട്ടിയുള്ള വാക്കുകളാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. എങ്കിൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം ഫ്രണ്ട്സ്.